ഉണ്ടോ? പക്ഷെ ഞങ്ങള് ഫുഡൊന്നും വാങ്ങിച്ചില്ലല്ലോ. ഇന്ന് അപ്പയും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചു. പക്ഷെ ഇങ്ങനെ മുഖം കാണിച്ചേ. പക്ഷെ കൊച്ചിനൊന്നും വാങ്ങിച്ചില്ല. ഓക്കെ ആണോ? സങ്കടം ഉണ്ടോ? അതിനടി ഓ കഴിക്കും. മുഖം ഒന്ന് കാണിച്ചേ, വീഡിയോ കിട്ടുന്നില്ലല്ലോ. എന്ത് കഴിക്കും? പക്ഷെ എന്നെ അപ്പനും അമ്മയും അല്ലേ രാവിലെ അപ്പനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൊച്ചിന് വാങ്ങിച്ചില്ലെന്ന് തോന്നിയോ? അപ്പനും അമ്മയോ? തോന്നിയില്ല. അയ്യോ പാവുണ്ട്, അങ്ങനൊന്നും തോന്നിയില്ലല്ലേ? കൊച്ചിന് സങ്കടായോ? പക്ഷെ വിശപ്പുണ്ട് അല്ലേ? അത് കുഴപ്പമില്ല, സാക്രിഫൈസ് ചെയ്താൽ മതി. സൺഡേ സ്കൂളിൽ പോകുന്നതിന്റെ അറിയാനുണ്ടല്ലോ. അപ്പം കൊച്ചിന് ഫുഡ് വാങ്ങിച്ചില്ല. അമ്മ ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ടും കൊച്ചിന് വിഷമമില്ല. വായ് പാവം കൊച്ചു. നല്ല കൊച്ചല്ലേ ശ്രീ? ഉണ്ടോ? ഗുഡ് ഹാബിറ്റ്. +2. ഇത്ര +. എന്നാ ഇനി ഉച്ചക്ക് ലഞ്ച് വാങ്ങിച്ചു കഴിച്ചാൽ മതിയോ? വിശക്കുന്നുണ്ടോ? ഇല്ലേ? അയ്യോ, എന്നാ കൊച്ചിന് ഫുഡ് വാങ്ങിക്കാതിരിക്കുവോ? അതിനോടെ കഴിച്ചോ? ഒന്നും കഴിച്ചില്ല. കഴിച്ചിട്ടേ ഇല്ലേ? അയ്യോ, കണ്ടു. നമ്മള് സബ്വേ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പോടന്ന് അല്ലേ ചേച്ചി? അത് റോൾ ചെയ്ത് കഴിക്കണേ. വണ്ടിയെ പൊടിയാക്കല്ലേ. കെയർഫുൾ. എന്തോ എന്റെ പേരെന്നാ? അച്ചടാ വിശന്ന് പോയേന്. മിടുക്കൻ. അങ്ങനെ കഴിച്ചോ. കൈ കൊണ്ട് പിടിക്കല്ലേ, 2 കൈ പിടിച്ച് കഴിച്ചു. ഗുഡ് ബോയ്. അങ്ങനെ കൊച്ചിനെ സൺഡേ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. നമ്മുടെ വീക്കെൻഡ് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഷോപ്പിംഗ് മോളിൻ്റെ പേര് ഞാൻ പറയത്തില്ല കേട്ടോ, കാരണം പറഞ്ഞ് എനിക്ക് തന്നെ ഇപ്പോൾ ഒരു നാണം വന്നു തുടങ്ങി. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഈ ഷോപ്പിംഗ് മോളിൻ്റെ പേരെന്നാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഷോപ്പിംഗ് മോളിൽ പോയാൽ ഞാൻ ആദ്യം പോയി നോക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഈ ഫിഷിൻ്റെ സെക്ഷനിലാണ്. അത് എന്നെ അന്നേരത്തില്ല, ഒരു കാന്തിക ശക്തിയാണ്, അങ്ങോട്ട് എന്നെ വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവിടെ ഫിഷൊക്കെ വായി നോക്കി, ഈ പൂച്ച മീൻ വെട്ടുന്നിടത്ത് നിൽക്കുന്ന പോലെ വായി നോക്കി നിന്ന് 1-2 മീനൊക്കെ പറഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിഷാണ് ഹമൂർ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് ഏതാ നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഫിഷ് ഏതാണെന്ന് കമൻറ്റ് ചെയ്ത്. കഴിഞ്ഞ ദിവസം അതുപോലെ സ്റ്റേക്ക് ഉണ്ടാക്കിയപ്പോൾ ആരണ്ടൊക്കെ ചോദിച്ചു എവിടെ നിന്നാണ് ലെറ്റി ആ സ്റ്റേക്കിനുള്ള മീറ്റ് വാങ്ങിക്കുന്നതെന്ന്. നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഫിഷ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അവിടെ നോക്കിയാൽ മതി കേട്ടോ. അവിടെ ഇങ്ങനെ ബീഫ് സ്റ്റേക്കിനുള്ള പോർഷൻസ് പല റിബ് ഐ, ഷോർട്ട് റിബ് എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നുള്ളത് നോക്കിയെടുത്താൽ മതി. ഞാനിങ്ങനെ ഷോർട്ട് റിബ് ഐ ഒക്കെ എടുക്കുന്നത്, എന്താ പറയുന്നത്, സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം എടുത്ത്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ജസ്റ്റിയുടെ നോമ്പ് കഴിഞ്ഞ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് സമ്മതിക്കുകയല്ല, അത് കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് നിനക്ക് ഇഷ്ടമല്ലേ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ കമ്മന്ന് വീണു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെയും തിരിച്ച് നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്ത് വെട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഈ വിൻ്റർ തീരുന്നതിന് മുമ്പ് നമുക്ക് മീനാ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കാമെന്ന്. കേൾക്കണ്ടേ, ഈ ഫിഷ് മാർക്കറ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് നിർബന്ധിച്ച് ഇടിച്ചു കുത്തി കൊണ്ടുപോകണേ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ അത്യാവശ്യം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ട് എനിക്ക് ജോലി തുടങ്ങുവാണേ. അപ്പോൾ മീനൊക്കെ ഉണ്ടെങ്കിൽ 2-3 ദിവസത്തേന് ഒന്ന് വെച്ച് കൊടുത്താൽ പോരെ, അപ്പോൾ കൊച്ചിന് കറിയാകും. നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചത് ഹമൂറും പിന്നെ ഒരു ഫിഷ് ഫില്ലറ്റും വാങ്ങിച്ചത്. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ കൊച്ചിന് വെക്കേഷൻ ആയതുകൊണ്ടേ തന്നെ മീൻ കഴിക്കുമ്പോൾ മുള്ളൊന്നും ഇനി തൊണ്ണേ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഫിഷ് കറിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി കഴിച്ചോളും. അങ്ങനെ അവിടെ നിന്ന് ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രാവശ്യവും സൺഡേ നമ്മുടെ ലഞ്ച് മിക്കവാറും ബ്രഞ്ച് ആയിരിക്കും. ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഓപ്ഷൻസാണ് നോക്കുന്നതെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ ജസ്റ്റിയുടെ ഇഷ്ടമാണ് നോക്കിയത്. ബിക്കോസ് ജസ്റ്റിക്ക് നോയമ്പല്ലേ, അത് തന്നെയല്ലേ ജസ്റ്റ് വെജിറ്റേറിയനൊക്കെ അല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞ് നമുക്ക് പാരീസ് കിച്ചണിൽ പോകുന്നു. അങ്ങനെ പാരീസ് കിച്ചണിൽ പോയി ഞാനും ജസ്റ്റിയും ചോറ് തന്നെയാണ് കഴിച്ചത്. ജസ്റ്റ് വെജിറ്റേറിയൻ മീല്, ഞാൻ ഓഫ് കോഴ്സ് നോൺ വെജ് മീലായിരുന്നു. എൻ്റെ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചു, ലിറ്റി നോയമ്പെടുക്കുമ്പോൾ നോയമ്പെടുക്കുമ്പോൾ ലിറ്റിക്ക് നോയമ്പെടുക്കണ്ടേ, എന്താ നിങ്ങൾക്ക് നിർബന്ധമില്ലേ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻസിന് നോയമ്പ് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് എടുക്കണമെന്നൊന്നുമില്ല.
ഇഷ്ടമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി, അല്ലെ എല്ലാവരും മസ്റ്റായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാ നോയമ്പും പിടിക്കാറുണ്ട്. ഞാൻ അങ്ങനെ എല്ലാ നോമ്പൊന്നും പിടിക്കാറില്ല, പക്ഷേ എടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്നാണെങ്കിലും ഞാൻ എടുത്തിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ എല്ലാ ആൾക്കാർക്ക് തോന്നും അതെന്താണ് ജസ്റ്റ് മാത്രം നോയമ്പ്, ലവക്ക് എന്താണ് നോയമ്പില്ലാത്തത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നോയമ്പുള്ള ജസ്റ്റ് ഈ നോയമ്പില്ലാത്ത ഞാനും നമ്മളുടെ വീട്ടിലേക്ക് നേരെ തിരിച്ചു പോന്നു. അപ്പോൾ ശരി, പോയിച്ചും വരാം.